രാജ്യ തലസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിമ ജീവിതം. വിഷപ്പുക കൊണ്ട് ശ്വാസം മുട്ടുന്ന മാലിന്യക്കുന്നിൽ 4 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. കണ്ടാൽ അറയ്ക്കുന്ന സാഹചര്യത്തിൽ 15 മണിക്കൂറിൽ അധികമാണ് കുട്ടികളെ പണിയെടുപ്പിക്കുന്നത്. ബംഗ്ലാദേശ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് ഇടനിലക്കാരാണ് സ്ത്രീകളെയും കുട്ടികളെയും എത്തിക്കുന്നത്. സർക്കാരും ബാലാവകാശ കമ്മീഷനും ഇവിടേക്ക് കണ്ണടയ്ക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ മാലിന്യത്തിന്റെ മുക്കാൽ പങ്കും ദിനംപ്രതി നിക്ഷേപിക്കുന്ന ബെൽസ്വ. 200 അടി ഉയരത്തിലെ ഈ മാലിന്യ കുന്നിൻ മുകളിൽ ഞങ്ങൾ കണ്ടത് പുനരധിവാസം തൊട്ടു തീണ്ടാത്ത നരക ജീവിതങ്ങളെ. നായ്ക്കൾക്കും ഈച്ചകൾക്കുമൊപ്പം മത്സരിച്ച് മാലിന്യവണ്ടിയുടെ പുറകെ സ്ത്രീകളും കുട്ടികളും പായുന്നു. വിസർജ്യഗന്ധം മനം മടിപ്പിക്കുന്ന കൂനയിൽ നിന്ന് പുനരുൽപാദന വസ്തുക്കൾ തിരഞ്ഞു വിൽക്കാൻ അധ്വാനം. ശേഖരിക്കുന്നവ വിൽക്കാൻ ഇടനിലക്കാർ സജീവം. കൊൽക്കത്തയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇടനിലക്കാരാണ് കുട്ടികളെ എത്തിക്കുന്നത്. പിന്നെ ഇവിടമാണ് ജീവിതം. കൂട്ടത്തിൽ ബംഗ്ലാദേശ് അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളും. 15 മണിക്കൂറിലേറെ അധ്വാനം. സാനിറ്ററി നാപ്കിൻ മുതൽ മനുഷ്യ വിസർജ്യം തളം കെട്ടുന്ന കൂനയിൽ നിന്ന് ഭക്ഷണവും ഉറക്കവും. ലോഹവസ്തുക്കൾ കൊണ്ട് മുറിഞ്ഞ ശരീരഭാഗം പുഴുവരിച്ച് രോഗനിബിഡം. പലരും ലൈംഗിക ചൂഷണത്തിന്റെ ഇരകൾ. ദൃശ്യങ്ങൾ പകർത്തി തിരികെ പോരാൻ തുടങ്ങവേ അപ്രതീക്ഷിതമായി ലഭിച്ച ഓറഞ്ച് പങ്കുവെക്കുന്ന പെൺകുട്ടികളെയാണ് കണ്ടത്. പകലന്തിയോളം പണിയെടുത്താലും വിശപ്പടക്കാൻ വക ലഭിക്കുന്നില്ലെന്ന ദൈന്യത ഓരോ മുഖത്തും പ്രതിഫലിച്ചു. എങ്കിലും ഗതികേടെന്ന് വിളിച്ചു പറയാൻ മടിച്ചു. ജനിച്ചതിനാൽ വളരണമല്ലോ, വളർന്ന് പന്തലിക്കണം. പാർലമെന്റിന്റെ വെളിപ്പാടകലെയാണ് ഈ കാഴ്ചകൾ അരങ്ങേറുന്നത്. പക്ഷേ പൂർണ്ണ സാക്ഷരതയ്ക്കും വികസന ഭാരതത്തിനുമായുള്ള പദ്ധതികൾ നിറവേറ്റുന്നതിനിടയിൽ ഇത്തരം കാഴ്ചകൾ അധികാരികൾ കണ്ടെന്ന് നടിക്കാറില്ല. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ കച്ചേരി കൊച്ചിയിൽ തുടരുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗായത്രി വീണയിൽ 51 ഗാനങ്ങൾ വായിക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 10 മുതൽ 1 മണി വരെ ശാസ്ത്രീയ സംഗീതവും 1 മുതൽ 3 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും അവതരിപ്പിക്കും. കൊച്ചിയിൽ നിന്ന് തത്സമയം.
കൊട്ടിയൂർ പീഡനക്കേസിൽ വൈദികൻ മാപ്പർഹിക്കുന്നില്ല എന്ന എ കെ ആന്റണി വൈദികനിൽ നിന്നുണ്ടായത് ഏറ്റവും ഹീനമായ കൃത്യമാണെന്നും കൊടും കുറ്റവാളിയോട് പെരുമാറുന്നത് പോലെ വൈദികനെ കൈകാര്യം ചെയ്യണമെന്നും ആന്റണി പറഞ്ഞു. വയനാട് CWC ചുമതലയിൽ നിന്ന് CWC ചെയർമാനെയും അംഗമായ കന്യാസ്ത്രീയും ഒഴിവാക്കുമെന്ന് കെ ശൈലജ ടീച്ചർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. CWCയുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കാണിക്കുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയതുമായി പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വെളിവായതിനെ തുടർന്നാണ് ഈ നടപടി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി ഡയറക്ടറുടെ നേതൃത്വത്തിൽ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. സമിതി വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. മറ്റ് ചില ജില്ലകളിലെ CWCകളെക്കുറിച്ചും ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ അവയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. കൊട്ടിയൂർ പീഡനക്കേസിൽ വൈദികന്റേത് ഗുരുതരമായ തെറ്റെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. രാജ്യത്തിന്റെ നിയമമനുസരിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. സംഭവിച്ചത് വലിയ തെറ്റാണ്. ഇതിൽ ഖേദമുണ്ട്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ സഭ നടപടിയെടുക്കുമെന്നും കർദിനാൾ ആലഞ്ചേരി കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പോൾ നടന്നിരിക്കുന്ന കുറ്റകൃത്യം തീർച്ചയായിട്ടും അതീവ ഗുരുതരമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചുള്ള നടപടിക്രമങ്ങൾക്കനുസരിച്ച് പരിശോധിച്ച് നിയമത്തിൻ്റേതായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതാണ്. അത് ആ രീതിയിൽ അതിനോടുള്ള എല്ലാ സഹകരണവും മാനന്തവാടി രൂപതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവരത് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിപ്പോയി. കുറ്റകൃത്യം വളരെ ഉണ്ടാകരുതായിരുന്നു. അതിൽ തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെട്ടവർക്കും സഭയ്ക്കുമൊക്കെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. അതും എല്ലാം ഇതിനകം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നാസിക്കിൽ മരിച്ച സൈനികൻ കൊല്ലം പവിത്രേശ്വരം സ്വദേശി റോയ് മാത്യുവിന്റെ മൃതശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച റോയിയുടെ ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. അതേസമയം സൈനികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കാരുവേലിൽ സെന്റ് പോൾ മലങ്കര കാത്തോലിക്ക സിറിയൻ പള്ളി സെമിത്തേരിയിൽ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പവിത്രേശ്വരം ഗവൺമെന്റ് സ്കൂളിലും റോയ് മാത്യുവിന്റെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വ്യാഴാഴ്ചയാണ് റോയ് മാത്യു മരിച്ച വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. മേലുദ്യോഗസ്ഥനെതിരെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിൽ റോയ് മാത്യു ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കരസേനയുടെ ഔദ്യോഗിക വിശദീകരണം. ഇത് റോയ് മാത്യുവിന്റെ വീട്ടുകാർ തള്ളിയിരുന്നു. അതേസമയം ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണത്തിനായി നാസിക്കിലേക്ക് തിരിച്ചു. സൈനികനെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അന്തരിച്ച കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനുമായ PA സിദ്ധാർത്ഥ മേനോന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന പുന്നപ്രയിലെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, കൈരളി TV ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പുന്നപ്രയിലെ വീട്ടുവളപ്പിൽ നടക്കും. പുന്നപ്രയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേതന് ആദരാഞ്ജലി അർപ്പിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി ഏറെ നേരം വീട്ടിൽ ചെലവഴിച്ചാണ് മടങ്ങിയത്. മന്ത്രിമാരായ തോമസ് ഐസക്, G സുധാകരൻ, P തിലോത്തമൻ തുടങ്ങിയവർ പുന്നപ്രയിലെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർമാരായ VK മുഹമ്മദ് അഷറഫ്, അഡ്വക്കേറ്റ് CK കരുണാകരൻ, സീനിയർ ഡയറക്ടർ ടെക്നിക്കൽ ആൻഡ് ഫിനാൻസ് M വെങ്കട്ടരാമൻ, കമ്പനി സെക്രട്ടറി KP സുകുമാരൻ നായർ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. കൈരളി TV ജീവനക്കാർക്ക് വേണ്ടി കൈരളി മീഡിയ ക്ലബ് ഭാരവാഹികളായ B സുനിൽ, AK ബൈജു തുടങ്ങിയവർ റീത്ത് സമർപ്പിച്ചു. ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KK രവീന്ദ്രനാഥ്, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ മരണവിവരമറിഞ്ഞ് പുന്നപ്രയിലെ വീട്ടിലെത്തിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KSEBയിലെ ജീവനക്കാരും മുൻ ജീവനക്കാരുമായി ഒട്ടേറെ പേർ മുൻ KSEB ചെയർമാൻ കൂടിയായ സിദ്ധാർത്ഥ മേനോന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ മുതൽ സാധാരണക്കാർ വരെ നിരവധി പേരാണ് മരണവിവരം അറിഞ്ഞതു മുതൽ പുന്നപ്രയിലെ വീട്ടിലേക്കെത്തിയത്.
താൻ കടന്നുവന്ന വഴികളിൽ സിദ്ധാർത്ഥ മേനോൻ എന്ന വ്യക്തി സ്ഥാപിച്ച ആഴത്തിലുള്ള ബന്ധങ്ങളുടെ പ്രതിഫലനമായി അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ ജനക്കൂട്ടം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മഹാരാജകീയം എന്ന് പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ നടൻ മമ്മൂട്ടി മഹാരാജകീയം സ്മരണിക മുഖ്യമന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്യും. RK ദാമോദരൻ രചിച്ച് TS രാധാകൃഷ്ണൻ സംഗീതം നൽകിയ രാജഗീതകം 101 വിദ്യാർത്ഥികൾ ചേർന്ന് ആലപിക്കും. പ്രൊഫസർ MK സാനു, ഡോക്ടർ എം ലീലാവതി, CK മേനോൻ, ഷിബുലാൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് 6 വരെ നീളുന്ന പരിപാടിയിൽ മന്ത്രി തോമസ് ഐസക്, മേയർ സൗബിനി ജെയിൻ, KV തോമസ് MP തുടങ്ങിയവർ പങ്കെടുക്കും. കൊച്ചിയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ. സർവാധർമ്മീയനായ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരീ സഹോദരന്മാരെ, കേരളത്തിൽ ചരിത്രപരമായും പാരമ്പര്യമായും ദീർഘകാല സാംസ്കാരിക എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മഹാരാജകീയം തത്സമയ സംരക്ഷണം. സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹാരാജകീയത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏതൊരാളെയും ശരിയായ രീതിയിൽ വാർത്തെടുക്കാൻ എക്കാലത്തും പ്രചോദനമായി അവരുടെ പൂർവികരെ കാണാൻ കഴിയും. പൂർവികരിൽ നിന്നും മാതൃകാപരമായ പല പാഠങ്ങളും പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാനുമുണ്ടാവും. അതുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാതൃകാപരമായി നിലകൊള്ളാൻ കഴിയുന്നത്. മാറി മാറി വരുന്ന തലമുറകൾക്ക് മുന്നിലും മാതൃകാപരമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നിലകൊള്ളാൻ കഴിയുന്നത് ഇതിൻ്റെ ഭാഗമായാണ്. ഇവിടെ പറഞ്ഞു 92 വർഷമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇവിടെ ഈ കോളേജിൽ പ്രവർത്തിക്കുകയാണ്. ആ സംഘടന വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നത് തീർത്തും സന്തോഷകരമായ കാര്യമാണ്. ക്യാമ്പസിൻ്റെ വളർച്ചയ്ക്ക്, ക്യാമ്പസിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ തങ്ങളാലാകും വിധം പൂർവ്വ വിദ്യാർത്ഥി സംഘടന നിർവഹിക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. മഹാരാജകീയം 4 വർഷം കൂടുമ്പോൾ സംഗമിക്കുന്നു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാവർക്കും നല്ല തയ്യാറെടുപ്പോടെ ഇത്തരമൊരു കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ അത് അവസരം നൽകുന്നു എന്നതാണ്
അതിൻ്റെ പ്രത്യേകത. ഈ ഒരു കൂട്ടായ്മ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് മഹാരാജകീയം. മഹാരാജകീയം എന്ന് പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂർവ്വ വിദ്യാർത്ഥിയായ അതൊരു തലമുറകളുടെ സംഗമമായിട്ടാണ് മാറുന്നത്. ഏതായാലും ഈ കൂട്ടായ്മ മറ്റ് കലാലയങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. ഇതിൻ്റെ കലാലയത്തിൻ്റെ ചരിത്രം അധ്യക്ഷനോട് സൂചിപ്പിക്കുകയുണ്ടായി. കൊച്ചി രാജ്യത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വഴി പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച നാലാമത്തെ ദിവാൻ ശങ്കരവാര്യർ എറണാകുളത്ത് തുടങ്ങിവെച്ച എലിമെന്ററി ഇംഗ്ലീഷ് സ്കൂളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന മഹാരാജാസ് കോളേജായി മാറിയത്. അദ്ദേഹത്തിൻ്റെ മകൻ ശങ്കുണ്ണി മേനോൻ 1806 ദിവാനായി. അപ്പോൾ എലിമെന്ററി സ്കൂൾ ഹൈസ്കൂളാക്കി മാറ്റി. തുടർന്ന് എറണാകുളം കോളേജായി. സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ അത് മഹാരാജാസ് കോളേജായി. അപ്പം അങ്ങനെ 172 വർഷത്തെ ചരിത്രമാണ് ഇവിടെ ഉറങ്ങുന്നത്. ഈ സ്ഥാപനത്തിൽ പഠിച്ച പ്രശസ്തരും അതിപ്രശസ്തരുമായ ഒട്ടേറെ പേർ ലോകരംഗത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇവിടെയും ദേശീയ പ്രസ്ഥാനമുയർത്തിയ സന്ദേശങ്ങളുടെ അലയടികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പലരെയും പുറത്താക്കിയിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കൊച്ചി രാജ്യത്തിൽ നിന്ന് പോലും നാട് കടത്തിയിരുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട പലരും പുറത്തുള്ള സർവകലാശാലകളിൽ പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടി നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു. ആ തിരിച്ചുവരവ് വിജയശ്രീരാജനായിക്കൊണ്ടാണ് നടന്നത്. അതിനൊരു മറ്റൊരു തെളിവ് കൂടി ഹാജരാക്കാൻ കഴിയും. ക്യാമ്പസ് രാഷ്ട്രീയം പഠനത്തെ ബാധിച്ചില്ല എന്ന തെളിവ് കൂടിയായിരുന്നു. ഇവിടെ അത്തരത്തിൽ ഉള്ള ആളുകളെ ആദരിക്കുന്നുവെന്ന് കേട്ടത് നല്ല കാര്യമാണ്. ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോൾ പുതിയ തലമുറ ത്യാഗിഷ്ഠരും രാജ്യസ്നേഹികളുമായ മുൻ തലമുറയാണ് കാണുന്നത്. അവരുടെ ത്യാഗപൂർവമായ പ്രവർത്തനം, ത്യാഗനിർഭരമായ ജീവിതം, അവർ പുലർത്തിപ്പോന്ന ആദർശനിഷ്ഠ, ഇതെല്ലാം പുതുതലമുറക്ക് മാതൃകയും
പ്രചോദനവുമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയ്യുന്നൊരു സത്പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഈ കലാലയം സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ശാസ്ത്ര മണ്ഡലത്തിൽ നൽകിയ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. പണ്ട് കേരളത്തിന്റെ ഭാഗമായ മലബാറിലുള്ള ആളുകൾ കോളേജിൽ പോകണമെങ്കിൽ ബ്രിട്ടീഷ് പ്രസിഡൻസിയുടെ ഭാഗമായ മദിരാശിയിൽ എത്തണമായിരുന്നു. അല്ലെങ്കിൽ അവരിവിടെ മഹാരാജാസിൽ ചേരണം. അങ്ങനെ മഹാരാജാസിൽ ചേർന്ന് പഠിച്ച നിരവധി പേർ പിന്നീട് മലബാറിൽ തന്നെ പ്രശസ്തരായിട്ടുണ്ട്. CH കുഞ്ഞപ്പ, TC നാരായണൻ നമ്പ്യാർ, KT ഹരീന്ദ്രനാഥ്, EK ഗോവിന്ദക്കുറുപ്പ്, EK അനന്തൻ നമ്പ്യാർ, തൃശ്ശൂരേരി M കൃഷ്ണവാര്യർ, ഇങ്ങനെ കുറെ പേർ ആ പട്ടികയിൽപ്പെടുന്നതാണ്. ഇവര് എറണാകുളത്ത് ഇവിടെയുള്ളവരോടൊപ്പം രാഷ്ട്രീയ പ്രചരണവും ഖാദി വിൽപ്പനയും ഹിന്ദി ക്ലാസുകളും നടത്തിയിരുന്നു. ഇവരെയൊക്കെ കാണാനും ഹിന്ദി ക്ലാസ് എടുക്കാനും സഖാവ് P കൃഷ്ണപിള്ള ഇവിടെ എത്തുകയും ചെയ്തു. വിവേകാനന്ദന്റെയും ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും പാദസ്പർശമേറ്റ മണ്ണാണിത്. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ടവാര്യനും തിരുകൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന C കേശവനും TV തോമസും ഗൗരിയമ്മയും വിശ്വനാഥ മേനോനും വയലാർ രവിയും AK ആന്റണിയും വൈക്കം വിശ്വനും ധനമന്ത്രി തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയ രംഗത്തെ വലിയൊരു നേതൃനിര മഹാരാജാസിന്റെ ഉൽപ്പന്നങ്ങളാണ്. കലാരംഗത്ത് TS മുത്തയ്യ മുതൽ ഇപ്പോൾ നമ്മോടൊത്തിരിക്കുന്ന മഹാരാജാസിന്റെ ഉൽപ്പന്നമായ മഹാനടനായ മമ്മൂട്ടിയും ദിലീപും സലീം കുമാറും ന്യൂ ജനറേഷനിലെ പ്രതിനിധികളായ രാജീവ് രവിയും അമൽ നീരദും അൻവർ റഷീദും അടക്കമുള്ള നീണ്ട നിരയും ഈ സ്ഥാപനത്തിന്റെ സംഭാവനകൾ തന്നെയാണ്. ഇന്ന് മഹാരാജാസ് കോളേജ് സ്വയംഭരണ സർക്കാർ കോളേജായി മാറിയിരിക്കുകയാണ്. 2600 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. 190 അധ്യാപകർ, 20 UGC പ്രോഗ്രാം, 12 റിസർച്ച് സെന്ററുകൾ, 20 PG പ്രോഗ്രാം, ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നു. 100ഓളം പേർ ഇതിനകം PhD എടുത്തു കഴിഞ്ഞു. കോളേജ് ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. 25 കോടിയുടെ വികസന പദ്ധതികൾക്ക് ഭരണാനുമതിയായിട്ടുണ്ട്. 46 കോടിയുടെ പദ്ധതികളുടെ ഭരണാനുമതിക്കായി സർക്കാരിൽ അപേക്ഷ നൽകിയെന്നും അറിയുന്നു. 29 കോടിയുടെ പദ്ധതികളാണ് ഇനി ചെയ്യാനുള്ളതെന്നും മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം പുറമെ പുതിയ കോഴ്സുകൾ തുടങ്ങാനും ഇവിടെ ആലോചനയുണ്ട്. ഇതിലൊക്കെ സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും
ഉണ്ടായിരിക്കും എന്നറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇത് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. സാധാരണ കുടുംബങ്ങളിൽ നിന്നും വരുന്ന മിടുക്കരും മിടുക്കികളുമായ വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ അധ്യക്ഷൻ നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരളം അഭിമാനപൂർവ്വം നോക്കിക്കാണുന്ന കലാലയങ്ങളിൽ ഒന്നാണിത്. അപ്പോ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന എല്ലാവർക്കും ആ ഒരു കരുതൽ വേണം. തങ്ങൾ ഒറ്റക്കല്ല, തങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയല്ല. ഈ സമൂഹമാകെ അഭിമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ എന്ന ചിന്ത ഈ സ്ഥാപനത്തിന്റെ ഭാഗമായുള്ള എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തെ അപമാനത്തിന്റെ പടുക്കുഴിയിലേക്ക് തള്ളിവിടാൻ ഏതാനും ചിലർ വിചാരിച്ചാൽ സാധിക്കും. അപ്പോഴും മറ്റെല്ലാവരും ഉത്തമരായ മാതൃകകളായി നിലകൊള്ളുന്നുണ്ടാവും. പക്ഷേ ആ ഉത്തമ രീതിയല്ല പ്രകീർത്തിക്കപ്പെടുക, അതല്ല ഉയർന്നു നിൽക്കുക. ഈ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട രീതിയായിരിക്കും സമൂഹം ഏറ്റവും അധികം ശ്രദ്ധിക്കുക. ഇതെപ്പോഴും ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ പ്രതീക്ഷക്കനുസരിച്ചുള്ള സ്ഥാപനം എന്ന രീതിയിൽ തങ്ങളുടെ സ്ഥാപനത്തെ നിലനിർത്തും. അതിനുള്ള ജാഗ്രത എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കാൻ സ്ഥാപനത്തിന്റെ ഭാഗമായുള്ള എല്ലാവർക്കും കഴിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന കൃത്യമായ ആത്മപരിശോധനയിലേക്ക് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യ സഹജമായി തന്നെ തെറ്റ് സംഭവിക്കാം. പക്ഷെ ആ തെറ്റ് തിരുത്താൻ ഉള്ള ആഗ്രഹം കാണിക്കണം. അവിടെയാണ് ശരിയായ രീതി പാലിക്കേണ്ടതിന്റെ പ്രത്യേകത കുടിക്കൊള്ളുന്നത്. ആരും തെറ്റിനതീതരല്ല. തെറ്റ് സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക, സംഭവിച്ചു പോയെങ്കിൽ അത് തിരുത്താനുള്ള ആഗ്രഹം കാണിക്കുക. അതോടൊപ്പം ഒരു കലാലയമാകുമ്പോൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഇളം പ്രായം, നല്ല ചോരത്തിളപ്പോടെ നിൽക്കുന്ന കാലം, എന്തിനോടും മുട്ടി നോക്കാൻ തയ്യാറുള്ള ഒരു ഘട്ടം. അങ്ങനെ ഒരു പ്രായത്തിലുള്ള ഒരു സമൂഹം. അതേസമയം അതേ കലാലയത്തിൽ മുതിർന്നവരുമുണ്ട്. അപ്പോൾ മുതിർന്നവർ എല്ലാ ഘട്ടത്തിലും ആ മുതിർന്നവർ എന്ന രീതിയിലുള്ള സംയമനത്തോടെയായിരിക്കണം കാര്യങ്ങൾ നീക്കുന്നത്. അവരെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നത്.
മുതിർന്നവരായാലും ഇളം പ്രായക്കാരായാലും മാനസിക വൈകല്യം എല്ലാവരിലും ഉണ്ടാകാം. മുതിർന്നവരിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യത്തിന്റെ ഭാഗമായി ഇളം തലമുറയെ തെറ്റിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നാമെല്ലാം വിചാരിക്കുന്നതിനേക്കാളും ദോഷകരമായി ഭവിക്കും. ഇതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഏതെങ്കിലും തരത്തിൽ ഇളം തലമുറയിൽ തെറ്റ് കാണുന്നുവെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ബാധ്യതയാണ് മുതിർന്ന തലമുറയിലുള്ളത് എന്ന് അവരെ ധരിക്കേണ്ടതാണ്. അതിനുള്ള മുൻകൈ അവരെടുക്കണം. അതല്ലെങ്കിൽ അതിനുള്ള ചുമതല നിങ്ങൾക്കുണ്ട് എന്ന് ആ മുതിർന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട കലാലയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരോടും പറയുന്നതിനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിർണായക സന്ദർഭങ്ങളിൽ നിർദ്ദേശ വഴികളിലൂടെ പുതിയ തലമുറക്ക് നേർവഴി കാട്ടിക്കൊടുക്കാനുള്ള ഇടപെടൽ മുതിർന്നവരിൽ നിന്നും ഉണ്ടാക്കണം. ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതില്ലാത്ത ക്യാമ്പസുകളിൽ അരാഷ്ട്രീയവും ജാതിമത വർഗീയ ശക്തികളും ക്രിമിനലുകളും പിടികൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ തന്നെ നാട്ടിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തടയണമെങ്കിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണമെന്നത് ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു അനുഭവ പാഠമായി കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള ശാരീരിക സംഘർഷത്തിന്റെ വേദിയായി കലാലയം മാറാൻ പാടില്ല. ആദർശങ്ങൾ തമ്മിലുള്ള ക്രിയാത്മകമായ ഏറ്റുമുട്ടലുകളാണ് വേണ്ടത്. ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരിൽ നിന്നും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ക്യാമ്പസുകളുടെ വളർച്ചയുടെ നിദാനവും എന്ന് നാം കാണണം. ഇപ്പോ നമ്മുടെ നാടിന് പുറത്തുള്ള കലാലയങ്ങളിൽ പ്രശസ്തമായ കലാലയങ്ങളുടെ പേരുകൾ കേട്ടാൽ ആ കലാലയത്തിന്റെ പ്രശസ്തിയെ അല്ല നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഉയർന്നു വരിക. ഇപ്പോ JNU, ഹൈദരാബാദ് സർവകലാശാല, അലഹബാദ് സർവകലാശാല, ഇപ്പോ ഡൽഹി സർവകലാശാല, ഈ ഓരോ സർവകലാശാലയുടെയും പേരുകൾ പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ തകട്ടി വരുന്നത് ഒരുപാട് സംഭവങ്ങളാണ്. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനെ കലാലയ വേദികൾ ഇത്തരം ശക്തികൾ ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതിനെതിരെ ജാഗ്രത പാലിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് അധ്യക്ഷയുടെ പരാമർശിക്കുകയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കാനുള്ളത്. ഒരു വശത്ത് ഉന്നത വിദ്യാഭ്യാസം ജനങ്ങൾക്കാകെ പ്രാപ്യമാക്കണം. മറുവശത്ത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എല്ലാ തട്ടിലും മികവ് ഉറപ്പുവരുത്തണം. ഇതിനുതകുന്ന നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആവിഷ്കരിച്ചു തന്നെ ചെയ്യും. ലേബർ ഇക്കോ സിസ്റ്റം അടക്കമുള്ളവ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നടപ്പാക്കാൻ പോവുകയാണ്. ഗവേഷണത്തിൽ മികവ് പുലർത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അംഗീകാരം നൽകുന്നതിനായി ഗവേഷണ അവാർഡുകൾ ഏർപ്പെടുത്തും. ഗവേഷകരുടെ സംഭാവനകൾ പ്രദർശിപ്പിക്കുന്നതിനായി സർവകലാശാലകളിൽ ആരംഭിച്ച ശാസ്ത്രയാൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും.
അധ്യാപക പരിശീലനത്തിന് മുന്തിയ പ്രാധാന്യമാണ് നൽകുക. അധ്യാപന ബോധന ശാസ്ത്രത്തിലെ നൂതന രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ലബോറട്ടറി, ലൈബ്രറി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കോളേജ് ക്യാമ്പസുകളിലെ ഡിജിറ്റൈസേഷന് മുന്തിയ പരിഗണന നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അന്തർ സർവകലാശാല കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അവയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വളർത്തിയെടുക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളെ പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണ ഫലം, പേറ്റന്റുകൾ, സാമൂഹ്യതല സംഭാവനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രാധാന്യവും അന്തർദേശീയ ശ്രദ്ധയും നൽകുന്ന വിധത്തിൽ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള 1300 ലൈബ്രറികൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും വൈഫൈ സൗകര്യം ലഭ്യമാക്കുകയും ചെയ്യും. ഇതിനു പുറമെയുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഈ കഴിഞ്ഞ ബജറ്റിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിന്റെ ഭാഗമായി വന്നത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. അതുകൂടി പറഞ്ഞാൽ വളരെ നീണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 4 ആണ്ടിലൊരിക്കൽ നിങ്ങൾ നടത്തുന്ന മഹാരാജകീയം എല്ലാ അർത്ഥത്തിലും മാതൃകാപരമാണ്. അത് മറ്റ് കലാലയങ്ങൾക്ക് അനുഭവ പാഠമാകട്ടെ. ലോകമെമ്പാടും പറന്ന് പന്തലിക്കുന്ന തലമുറകളുടെ സംഗമമായിട്ടാണ് ഇത് മാറുന്നത്. ഇത് മാനവികതയുടെ മഹാവിളംബരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദം. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മഹാരാജകീയം കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ദില്ലി സർവകലാശാലയിൽ അക്രമം നടത്തിയ ABVP-കാർക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പാർലമെന്റ് മാർച്ച് നടത്തി. വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. ക്യാമ്പസുകളിലെ സംഘപരിവാർ ആക്രമണം പാർലമെന്റിൽ ഉന്നയിക്കും എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ABVP ഗുണ്ടായിസത്തിൽ നിന്നും രക്ഷവേണമെന്നും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ABVP-കാർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നുമുള്ള മുദ്രാവാക്യമാണ് ദില്ലി സർവകലാശാലയിലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ പാർലമെന്റ് മാർച്ചിൽ ഉയർന്നുകേട്ടത്. JNU, ഹൈദരാബാദ് സർവകലാശാല, ജാമിയ മിലിയ തുടങ്ങിയ സർവകലാശാലകളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്ന ദില്ലി സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തി. ABVP-കാരുടെ മർദ്ദനത്തിന് ശേഷം JNU-വിൽ നിന്നും കാണാതായ നജീബിന്റെ മാതാവും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI നേതാവ് D രാജ, JDU നേതാവ് KC ത്യാഗി തുടങ്ങിയവർ പിന്തുണയുമായി എത്തി. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും തടയുന്നതും ക്യാമ്പസുകളിലെ സംഘപരിവാർ അക്രമവും പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Yes, we are going to raise the issue in the parliament, saying that in accordance with our constitution, with the law of the land and the law implementing agencies, you ensure that the law is not violated. അക്രമം നടത്തിയ ABVP-കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. താളവാദ്യ വിസ്മയങ്ങൾ തീർത്ത ഡ്രംസ് മാന്ത്രികൻ ആനന്ദ് ശിവമണിയും ബാലഭാസ്കറും ചേർന്ന് അവതരിപ്പിച്ച ഫ്യൂഷൻ സംഗീതം അരങ്ങേറി. ആറ്റുകാൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സംഗീത നിശ കാണാൻ വലിയ ജനാവലിയാണ് ആറ്റുകാലിൽ എത്തിയത്. ഇരുൾ വീണ സ്റ്റേജിൽ ശിവമണിയുടെ ശംഖിൽ നിന്നുയർന്ന ഹുങ്കാരം വരാൻ പോകുന്ന സംഗീത യുദ്ധത്തിന്റെ മാറ്റൊലിയായി മാറി.
വിഘ്നേശ്വര സ്തുതിയോടെ ആരംഭിച്ച ഫ്യൂഷൻ സംഗീതത്തിൽ ബാലഭാസ്കർ ഇലക്ട്രിക് വയലിൻ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മാന്ത്രികത തന്നെ തീർത്തു. തോടിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മെഡിറ്റേഷൻ മൂഡിലുള്ള കീർത്തനത്തിന് ശിവമണി ഗഞ്ചിറയിൽ വാദ്യാകമ്പടി ഒരുക്കി. തബലയും ഗിറ്റാറും എല്ലാം ചേർന്ന ഫ്യൂഷൻ രാവ് ആറ്റുകാൽ ദേവിക്കുള്ള സംഗീതാർച്ചനയായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മഹാരാജകീയം പരിപാടി പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മമ്മൂട്ടി സംസാരിക്കുന്നു. ഞാൻ മഹാരാജാസിലാണ് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനപ്പെട്ടുള്ളതാണ്. എൻ്റെ കലാലയ ജീവിതത്തിൽ ആദ്യത്തെ 2 വർഷം മഹാരാജാസ് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ദുഃഖം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഈ വഴി ദേവര കോളേജിലേക്ക് പോകുമ്പോൾ ഈ കോളേജിലേക്ക് ഇടക്കിടക്ക് നോക്കുമായിരുന്നു, ഇവിടെ എന്നാ നമുക്ക് പഠിക്കാൻ പറ്റുക. മഹാരാജാസ് കോളേജിന്റെ അന്തരീക്ഷത്തെ പറ്റി പറയുമ്പോൾ അതിനകത്തൊരു പ്രണയാന്തരീക്ഷമാണ്, ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ്. ഇവിടെ വേറെ ഏതോ ഊഷ്മളമായ കാറ്റ് വീശുന്നു എന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മരച്ചോടുകളിലും ഈ ക്വാഡ്രാന്റിലും ഈ വരാന്തകളിലുമൊക്കെ വേറെ ഏതോ ഒരു തരം കാറ്റ് വീശുന്നുണ്ടായിരുന്നു എന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അന്നല്ല ഇത് പഠിക്കുന്ന ആൾക്കാർക്കും ആ കാറ്റിന്റെ തുടർന്ന് അനുഭവപ്പെടുന്നതാണ്. ഞാൻ പഠനം കഴിഞ്ഞ് ലോ കോളേജിൽ പോയി പഠിച്ചിരുന്നു 3 വർഷം. പറയാൻ പാടില്ല എന്നറിഞ്ഞൂടാ, പറയാമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ലോ കോളേജിൽ പോയി 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. കാരണം അത്രത്തോളം നമ്മൾ ഈ കലാലയവുമായി പ്രണയത്തിനായിപ്പോയി. കലാലയത്തിലുള്ളവരുമായിട്ട് മാത്രമല്ല, ഈ അന്തരീക്ഷവുമായി ഈ കലാലയവുമായി ഞാൻ പ്രണയത്തിലായി. ഈ 6 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ കാമുകിയെ ആരോ വേറെ കല്യാണം കഴിച്ച ഒരു വിഷമമായിരുന്നു. സാധാരണ നമ്മൾ പ്രണയിക്കുന്ന പെൺകുട്ടി വേറൊരാൾ കല്യാണം കഴിച്ചാൽ എങ്ങനെയായിരിക്കും ഒരു മനോവികാരം? അതായിരുന്നു ഞാൻ ഈ റൂട്ടിൽ കൂടെ നടക്കുകയോ അതിലെ ബസ്സിൽ പോകുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ദുഃഖമുണ്ട്. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അതിഥിയെ പോലെ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ നമ്മളോ കാണുമ്പോൾ ഈ കോളേജ് ഇങ്ങനെ നാണം കൂടി നിൽക്കുമ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മ വരും. ഈ മരച്ചോടും ഈ വരാന്തകളും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ, എന്തിനെല്ലാം സാക്ഷികളായിട്ടുണ്ട്. എത്ര പ്രണയങ്ങൾ, പ്രണയ ദുരന്തങ്ങൾ, പ്രണയ നൈരാശ്യങ്ങൾ. കാലാർ ജി എന്നോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ വെറുതെ പഠിച്ചാണ് പോയത്, ഞാനിവിടെ നിന്ന് പെണ്ണ് കഴിച്ചിട്ട് പോയത്. പെണ്ണിനെ അടുത്തിട്ട് പോയി ഇവിടെ മാത്രമല്ല ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ പെണ്ണിനെ അടുത്തിട്ട് പോയി പെണ്ണ് ചേർക്കാൻ കൂടെ എത്ര ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഈ പക്ഷേ പ്രണയത്തിന് മാത്രമല്ല ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതി, ഏറ്റവും നല്ല അച്ചടക്കം, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല കലാകാരന്മാർ, ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തകർ, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, വക്കീലന്മാർ, എഞ്ചിനീയർമാർ, ജഡ്ജിമാർ, അങ്ങനെ പറയാൻ ഇനി അങ്ങോട്ട് പറയാൻ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രമുഖരായ ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചുവിട്ട ഒരു മാതൃക വിദ്യാലയമാണ് മഹാരാജാസ് കോളേജ്. മഹാരാജാസ് കോളേജിന്റെ ചരിത്രം, കോളേജുകൾക്ക് ചരിത്രം ഉണ്ടാകും, പക്ഷേ മഹാരാജാസ് കോളേജിന്റെ ചരിത്രം ഒരുപാട് മനുഷ്യരിലൂടെ, ഒരുപാട് വ്യക്തിത്വങ്ങളിലൂടെ, ഒരുപാട് മഹാരഥന്മാരിലൂടെ നിലനിൽക്കുന്ന ഒരു ചരിത്രമാണ്. ഇനിയും ഈ കലാലയത്തിൽ ഒരുപാട് പേര്, ഒരുപാട് മഹാരഥന്മാർ, ഒരുപാട് കലാകാരന്മാർ, അങ്ങനെ ആ ലോകമറിയുന്ന അവരിലൂടെ മഹാരാജാസ് കോളേജ് അറിയപ്പെടുന്ന ഒരു കാലം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോഴും എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കാണണം, ഒരുപാട് പേരുമായി സംസാരിക്കണം, ഒരുപാട് പേരുമായി പഴയ കാലങ്ങളൊക്കെ ഒന്ന് പങ്കിടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ അവരെ തിരയുകയല്ലാതെ എനിക്ക് പലപ്പോഴും പലരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനൊരു വ്യത്യാസം, എന്നെ പലപ്പോഴും സിനിമകളിലായെങ്കിലും ഇവർക്ക് കാണാൻ ഞാൻ മമ്മൂട്ടിയോടെ പഠിച്ചിരുന്ന ആളാണെന്നറിയാം. കാലം ഒരുപാട് പേരിൽ പല മാറ്റങ്ങളും വരുത്തിയതുകൊണ്ട് എനിക്ക് ചില തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് മാറ്റം വന്നിട്ടില്ലെന്നല്ല, പല മാറ്റവും ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളോട് പറയാൻ എനിക്ക് ശേഷം വിഷമമുണ്ട്. അങ്ങനെ കാലം മാറ്റിവെക്കാത്ത ഒരുപാട്, കാലം കൊണ്ട് മാറാത്ത ഒരുപാട് വികാരങ്ങളുണ്ട് ഈ കലാലയത്തിന്റെ അന്തരീക്ഷത്തിൽ. ഇവിടെ ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ ലൈബ്രറിയൻ, അങ്ങനെ ഇവിടെ സാധാരണ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ മുതൽ പ്രിൻസിപ്പൽ വരെയുള്ള അധ്യാപകരുടെ
സ്നേഹവാത്സല്യങ്ങൾ, അതിലെ പ്രവർത്തകരുടെ സ്നേഹവാത്സല്യം, കുട്ടികളുടെ സൗഹൃദം, ആത്മത, ഒത്തൊരുമ, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മഹാരാജാസ് കോളേജ് പോലെ ഒരു കലാലയത്തിലും ഉണ്ടാകിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും സാധാരണ ഞങ്ങളെ പഠിക്കുന്ന കോളേജാണ്, ഞങ്ങളെ പഠിച്ച കാലമാണെന്നല്ലെന്ന് എല്ലാവരും പറയുമെങ്കിലും ഇത് വെറുതെ പറയുന്ന ഒരു പാഴ്വാക്കല്ല, എല്ലാവർക്കും അനുഭവമുള്ളത് തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള ഓർമ്മകൾ ഈ കോളേജിനെ പറ്റി ഉണ്ടാകും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ഒരുപാട് ദിവസം പെണ്ണും ഈ കണ്ണുകൊണ്ട് ഒരുപാട് വർത്തമാനം പറയേണ്ടിയിരുന്നു. ഇപ്പോൾ കണ്ണ് വർത്തമാനം പറയേണ്ട കാര്യമില്ല, ഫോണുണ്ട്, നമ്മുടെ സൗകര്യമാണ്. ഇന്നത്തെ കാലത്ത് പക്ഷേ ആ പ്രണയത്തിന്റെ മധുരം കാണാൻ കാത്തിരിക്കുക, കാണാൻ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം വിഷമിക്കുക, ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നതല്ലാതെ വേറെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. ഞാനാരെയും വഴിതെറ്റിക്കാൻ പറഞ്ഞില്ല കേട്ടോ, വഴിതെറ്റിപ്പോയി ഞങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും ആ സ്നേഹവും ആ സന്തോഷവും ഒരുപക്ഷെ മാറിപ്പോയ കാലഘട്ടത്തിൽ വേറെ തരത്തിലായിരിക്കാം അവർ അനുഭവിക്കുക. ഞാൻ പുതിയ തലമുറയെ ഒന്നും ചെറുതാക്കി പറയുന്നത്, അവരുടെ അനുഭവങ്ങൾ വേറെയാണ്, അവരുടെ രീതികൾ വേറെയാണ്. അവർ ആധുനിക കാലത്ത് ജനിച്ചു വളർന്നവരാണ്. ഒരുപാട് വിവര സാങ്കേതിക വിദ്യയും മറ്റു സങ്കേതങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ജനിച്ചവർക്ക് അത് ഈ കേൾക്കുന്നതൊക്കെ പഴയതാകാം. ഞാൻ ഈ അടുത്ത കാലത്തുള്ള സിനിമകളിൽ നമ്മുടെ വിദ്യാലയ കാലങ്ങൾ കാണിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് എനിക്ക് അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് തോന്നാറില്ല. കാരണം പലപ്പോഴും അത് അവർക്കൊരു സങ്കല്പം മാത്രമാണ്. പക്ഷെ നമ്മൾ ഒരു കഴിഞ്ഞ കാലത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരും അനുഭവിച്ചവരുമാണ് എന്റെയൊക്കെ കാലഘട്ടത്തിലൂടെ ഇപ്പോഴും ജീവിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആധുനികതയെല്ലാം മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്തും മൊബൈൽ ഫോൺ ഉള്ള കാലത്തും ജീവിക്കുന്നവരായതുകൊണ്ട് ഇത് രണ്ടിന്റെയും വ്യത്യാസവും നന്മകളും തിരിച്ചറിയുന്നു. ഈ ഇതുപോലെയുള്ള സംഗമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ സൗഹൃദത്തിന്റെ അന്നുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ബലമാണ്. വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ കാണാനും ഒരിക്കൽ കൂടെ ഒത്തുചേരാനും ഒരിക്കൽ കൂടെ ആ പഴയ കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെ സാധിക്കുമെന്ന് കരുതിയാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ 3 കൊല്ലം സീനിയറായിട്ട് പഠിച്ച ഒരു സുഹൃത്ത് അബ്ദുല്ലക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അവർ 10 പേരാണ് എന്നവിടെ പഠിച്ചിരുന്നത്. ഒരു ബാച്ചിലാകെ 10 പേര്, ഡയറക്ടർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതിലൊരാൾ ഇപ്പോൾ ജീവിച്ചിട്ടില്ല, ബാക്കി 9 പേരും ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 9 പേരെയും എനിക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയാം. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൽ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച വളരെ കുറച്ച് ആൾക്കാരെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാം. പക്ഷേ ഞാനിങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇറങ്ങി വരാൻ മടിയായിട്ടല്ല, പേടിയായിട്ടല്ല, പക്ഷെ അത് ഒരുപാട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരെയും ഒരാളെയും ഞാനങ്ങനെ കണ്ടിട്ട് തിരിച്ചറിയാതിരുന്നിട്ടില്ല. ഇപ്പൊ ഈ ഞാൻ പുറകിൽ സംസാരിച്ച് ഒപ്പുവെച്ച സുഹൃത്തിന് പേര്, അതിന് ശരിക്കുള്ള പേര് ആർക്കും ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ക്ഷേണായി എന്ന് വിളിക്കുന്ന ഒരാളാണ് ഈ പുള്ളി. അദ്ദേഹം ഈ കോളേജിൽ അങ്ങനെ കലപരിപാടികളൊന്നും ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ നാടിയൊക്കെ നിർത്തി ഒപ്പുവെച്ച് വെച്ചൊരു വലിയ എന്താ പറയുക, ഒരു പുരോഹിതന്റെ വേഷത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. വീട്ടിൽ അവസരം പറഞ്ഞപ്പോഴാണ് ഇത് മറ്റേ പുള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പല ആളുകൾക്കും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതല്ല, സിനിമയിലല്ലായിരുന്നെങ്കിൽ എൻ്റെയും ഗതി ഇത് തന്നെയാണ്. എന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ആളുകളുമായിട്ട് ഇടപഴകാൻ എനിക്ക് കൂടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കുറെ കൂടെ പേരെ ഞാൻ അറിയുമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഞാൻ പഠിച്ചിരുന്നതിന് മുമ്പുള്ള ഒരു 3 വർഷവും ആ പഠിച്ച 3 വർഷം, അതിന് ശേഷമുള്ള ഒരു 3 വർഷം ചേർത്ത് 9-10 വർഷം പഠിച്ചിരുന്ന ആളുകളാണ് കൂടുതലും ഇതുമായിട്ട് സഹകരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഏതായാലും ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇനി എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടെ, ആരും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഒരിക്കൽ കൂടെ വീണ്ടും അടുത്ത വർഷം നമുക്ക് ഇതുപോലെ കണ്ടെത്താനും ഇതുപോലെ കണ്ടുമുട്ടാനും ഇനിയും കുറച്ചുകൂടെ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഞാനാക്കിയതിൽ ഒരു വലിയ പങ്ക് മഹാരാജാസ് കോളേജിലുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തന്ന പ്രോത്സാഹനം, എൻ്റെ കൂട്ടുകാർ നാണൻകുടിയും പൊതുവെ ഒരു അന്തർമുഖനുമായി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നെ കാണിക്കുന്ന ഗോഷ്ഠികളിൽ കണ്ട് കൈയടിച്ചവർ ആണ് എൻ്റെ ആത്മധൈര്യം, എൻ്റെ ആത്മവിശ്വാസം തന്നത്. അതുകൊണ്ട് എന്തും കാണിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ ഗോപാലത്തരങ്ങൾ വളരെ കാര്യമായി എടുക്കുന്നൊരു കാലം ആളുകൾ ഉണ്ടായി. അത് ഞാൻ ഇങ്ങനെയായി. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരാളായി നിൽക്കാനും നിങ്ങളിൽ പെട്ട ഒരാളാണെന്ന് പറയാനും എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനും ഇതുപോലെ സംസാരിക്കാനും അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം. നമസ്കാരം.